ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഇത് കണ്ട് ഞാൻ ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ റൗണ്ട് നെക്ക് ആണെങ്കിലും ഒരു വി നെക്കിൻ്റെ ഒരു ഭംഗി ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ കട്ട് ചെയ്തായിരുന്നു. ഇതുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമുക്കൊരു വേറൊരു കളറിലുള്ള ഒരു ക്ലോത്ത് വെച്ച് നമുക്കിങ്ങനെ ക്രോസ് പീസോ അല്ലെങ്കിൽ നേരെയുള്ളതാണെങ്കിലും കുഴപ്പമില്ല വെച്ച് നമുക്കിങ്ങനെ പൈപ്പിങ് ചെയ്തുകൊണ്ട് വരാം. നമ്മൾ പൈപ്പിങ് ചെയ്യുന്നതിന് വേണ്ടി 1.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1.5. ഇത് ക്രോസ് പീസ് അല്ലെങ്കിലും പ്രശ്നമില്ല, കാരണം നേരെയല്ല നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ക്രോസ് പീസ് ആയാലും കുഴപ്പമില്ല, ക്രോസ് പീസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കണ്ടോ, കട്ട് ചെയ്തെടുത്തുകൂടെ ഇതുപോലെ ഒരു തുണി ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തുമ്പ് അടിക്കുന്ന കാണാം. നമ്മൾ അറ്റാച്ച് ചെയ്ത പീസിൻ്റെ മറുവശം നമ്മളിങ്ങനെ മടക്കി അടിക്കുകയാണ്. നമ്മൾ പൈപ്പിങ് ചെയ്യുന്നതിനായിട്ട് ഇതുണ്ട്, ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഈ മജന്ത കളറിലെ തുണിയുടെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഗ്രീൻ തുണിയുടെ തുമ്പത്തൂടെ നമുക്ക് തയ്ച്ച് വരണം. ഇങ്ങനെ ഉണ്ടോ. നമ്മളിവിടെ പൈപ്പിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് ഈക്വലായിട്ട് ഇതിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ 2 സൈഡ് മാർക്ക് ചെയ്തിട്ട് വേണം ഈ ഭാഗം നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാൻ. മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഈക്വലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഞാനൊരു ഫ്രില്ല് വെച്ചു. ആദ്യം ഞാനിത് പൈപ്പിങ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇത് ക്രോസ് പീസ് അല്ലാത്ത കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക.